ഇന്ത്യൻ നാവികസേനയ്ക്കായി റഷ്യയിൽ നിർമ്മിക്കുന്ന 2 യുദ്ധക്കപ്പലുകൾ സെപ്റ്റംബറിൽ രാജ്യത്തെത്തും. INS തുഷിൽ എന്ന നാമകരണം ചെയ്തിരിക്കുന്ന ആദ്യ കപ്പലാണ് സെപ്റ്റംബറിൽ ഇന്ത്യൻ തീരമണയുക. INS തമാൽ എന്ന 2ാം കപ്പൽ 2025 ഫെബ്രുവരിയിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് നാവികസേന. റഡാർ കണ്ണിൽപ്പെടാതെ സഞ്ചരിക്കാൻ സാധിക്കുന്ന ഗ്രിഗോറോവിച്ച് യുദ്ധക്കപ്പലുകളാണ് റഷ്യയിൽ നിർമ്മിക്കുന്നത്. ഗ്യാസ് ടർബൈൻ എഞ്ചിനുകളും ഇതിന്റെ സവിശേഷതയാണ്. 2016 ഒക്ടോബറിലാണ് 4 യുദ്ധക്കപ്പലുകൾക്കായി $1 ബില്യൺ കരാറിൽ ഇന്ത്യയും റഷ്യയും ഒപ്പുവച്ചത്. ഇതിൽ 2 റഷ്യയിൽ നിർമ്മിക്കാനും ബാക്കി 2 ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ നിർമ്മിക്കാനുമാണ് ധാരണയായത്. റഷ്യൻ പ്രതിരോധ നിർമ്മാണ കമ്പനിയായ റോസ്ബോറോൺ എക്സ്പോർട്സിന്റെ സാങ്കേതിക സഹായത്തോടെയാണ് ഗോവ ഷിപ്പ്യാർഡിൽ കപ്പലുകൾ ഒരുങ്ങുന്നത്. 2027ഓടെ ഈ കപ്പലുകൾ നാവികസേനയ്ക്ക് കൈമാറും. നിലവിൽ റഡാറുകളെ കബളിപ്പിക്കാൻ ശേഷിയുള്ള റഷ്യൻ നിർമ്മിത 6 യുദ്ധക്കപ്പലുകൾ ഇന്ത്യയുടെ പക്കലുണ്ട്. താൽവാർ തെക് ക്ലാസുകളിൽപ്പെട്ടവയാണ് അവ. 4 കൂടി നാവികസേനയുടെ ഭാഗമാകുന്നതോടെ സേനയുടെ കരുത്ത് കൂടും. പ്രോജക്ട് 1135.6 എന്നാണ് പദ്ധതിക്ക് പേരിട്ടിരിക്കുന്നത്. കോവിഡ്, യുക്രൈൻ സംഘർഷം, പടിഞ്ഞാറൻ ഉപരോധം എന്നിവ കാരണം കപ്പലുകളുടെ നിർമ്മാണത്തിന് കാലതാമസം നേരിട്ടിരുന്നു. ഇന്ത്യ സമ്മർദ്ദം ശക്തമാക്കിയതോടെയാണ് റഷ്യ പദ്ധതി വേഗത്തിലാക്കിയത്. IGAയ്ക്ക് കീഴിൽ ഇന്ത്യയിൽ 113.56 പ്രോജക്ട് ഫ്രിഗേഡുകളുടെ ഉൽപാദനം സ്ഥാപിക്കുന്നതിന് റഷ്യ സാങ്കേതിക സഹായം നൽകും. വായു, ഉപരിതലം, ഉപരിതലം എന്നീ 3 തലങ്ങളിലും നാവിക യുദ്ധത്തിന്റെ മുഴുവൻ സ്പെക്ട്രവും നിറവേറ്റുന്നതിനുള്ള ഇന്ത്യ നാവികസേനയുടെ പ്രത്യേക ആവശ്യകതകളെ അടിസ്ഥാനമാക്കിയാണ് കപ്പലുകളുടെ നിർമ്മാണം. യുദ്ധക്കപ്പലുകളുടെ ഫീച്ചറുകൾ ഇവയൊക്കെയാണ്: കുറഞ്ഞ റഡാർ, അണ്ടർ വാട്ടർ നോയ്സ് സിഗ്നേച്ചറുകൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഈ കപ്പലുകൾ സ്റ്റെൽത്ത് ടെക്നോളജി അവതരിപ്പിക്കുന്നു. ഈ കപ്പലുകളിൽ റഷ്യൻ ഉപരിതല മിസൈലുകൾ, തോക്ക് മൗണ്ടുകൾ എന്നിവയ്ക്കൊപ്പം ഉപരിതലത്തിൽ നിന്ന് ഉപരിതല മിസൈലുകൾ, സോണാർ സംവിധാനങ്ങൾ, ഉപരിതല നിരീക്ഷണ റഡാറുകൾ, ആശയവിനിമയ സ്യൂട്ടുകൾ, അന്തർവാഹിനി വിരുദ്ധ യുദ്ധ സംവിധാനങ്ങൾ തുടങ്ങിയ പ്രധാന ഇന്ത്യൻ ഉപകരണങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നു. തവിട്ട് നീല ജലാശയങ്ങളിൽ അന്തർവാഹിനികളോടും യുദ്ധക്കപ്പലുകളോടും പോരാടാനും സ്വതന്ത്രമായും രൂപങ്ങൾക്കുള്ളിലും വ്യോമാക്രമണങ്ങളെ ചെറുക്കാനുമാണ് ഫ്രിഗേറ്റുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സ്ഥാനചലനം 3620 ടണ്ണാണ്. നീളം 124.8 മീറ്ററും പൂർണ്ണവേഗത 30 നോട്ടാണ്. ക്രൂയിസിംഗ് റേഞ്ച് 48 മുതൽ 50 മൈലാണ്. 1947 ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം റഷ്യൻ ഫെഡറേഷനുമായി ഇന്ത്യക്ക് അടുത്ത ഉഭയകക്ഷി ബന്ധമാണുള്ളത്. ശീതയുദ്ധകാലത്ത് ഇന്ത്യയും സോവിയറ്റ് യൂണിയനും ശക്തവും തന്ത്രപ്രധാനവുമായ ബന്ധം രൂപീകരിച്ചു. ഈ നയതന്ത്ര ഐക്യം ഇരു രാജ്യങ്ങളും പങ്കിട്ട സൈനിക ആശയങ്ങളും അവരുടെ മൊത്തത്തിലുള്ള സാമ്പത്തിക നയങ്ങളും ഉപയോഗിച്ച് കൂടുതൽ ശക്തിപ്പെടുത്തി. സോവിയറ്റ് യൂണിയന്റെ പിരിച്ചുവിടലിന് ശേഷം റഷ്യ ഇന്ത്യയുമായി അതേ അടുത്ത ബന്ധം നിലനിർത്തി. അന്താരാഷ്ട്ര തലത്തിൽ ഇരു രാജ്യങ്ങളും ഒരു പ്രത്യേക ബന്ധം പങ്കിടുന്നുണ്ട്. റഷ്യയും ഇന്ത്യയും തങ്ങളുടെ പരസ്പര ബന്ധത്തെ പ്രത്യേകവും വിശേഷാധികാരമുള്ളതുമായ പങ്കാളിത്തമായി കണക്കാക്കുന്നുണ്ട്. ഇരു രാജ്യങ്ങളും ധ്രുവങ്ങളായ ഒരു ബഹുധ്രുവ ലോകക്രമം സൃഷ്ടിക്കുന്നതിനെ അവരുടെ സർക്കാരുകൾ പിന്തുണയ്ക്കുന്നുണ്ട്. 1997 റഷ്യയും ഇന്ത്യയും 3 ക്രിവാക് 3 ക്ലാസ് മൾട്ടിപർപ്പസ് ഫ്രിഗേറ്റുകൾക്കായി $1 ബില്യൺ കരാറിൽ ഒപ്പുവച്ചു. പ്രോജക്ട് 17 ക്ലാസ് ഫ്രിഗേറ്റുകൾ സേവനത്തിൽ പ്രവേശിക്കുന്നതുവരെ ലിയാൻഡർ ക്ലാസ് ഫ്രിഗേറ്റുകളുടെ ഡീകമ്മീഷൻ ചെയ്ത വിടവ് നികത്താൻ ഇന്ത്യൻ നാവികസേന ആഗ്രഹിച്ചിരുന്നു. കരാർ ഒപ്പിട്ടതിനു ശേഷം സെവനോയ് ഡിസൈൻ ബ്യൂറോ ഒരു വിശദമായ ഡിസൈൻ ലേഔട്ട് ആരംഭിച്ചു. കപ്പൽ നിർമ്മാതാവ് നിർമ്മാണത്തിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു. റഷ്യ, ഇന്ത്യ, ബ്രിട്ടൻ, ജർമ്മനി, ഡെൻമാർക്ക്, ബെലാറസ്, ഉക്രൈൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള 130ഓളം വിതരണക്കാർ, സെയിന്റ് പീറ്റേഴ്സ്ബർഗ് ആസ്ഥാനമായുള്ള 30ലധികം നാവിക ഡിസൈൻ ഓർഗനൈസേഷനുകളും ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള 130 വിതരണക്കാർ പദ്ധതിയിൽ ഉൾപ്പെട്ടിരുന്നു. 2006 ജൂലൈ 14 3 അധിക യുദ്ധക്കപ്പലുകൾ വാങ്ങുന്നതിനുള്ള ഫോളോ ഓൺ കരാറിൽ ഇന്ത്യ വീണ്ടും ഒപ്പുവച്ചു. ഈ കപ്പലുകൾ കാലിനിൽ ഗ്രാഡിലെ യന്തർ കപ്പൽ ശാലയിൽ നിർമ്മിക്കും. 2011 ഏപ്രിലിൽ ആദ്യ ഫ്രിഗേറ്റ് ഡെലിവറി നടത്താൻ തീരുമാനിച്ചിരുന്നു. തൽവാർ, തൃശൂർ, തബാർ എന്നീ യുദ്ധക്കപ്പലുകൾക്ക് നൽകിയിരുന്ന മിസൈൽ സംവിധാനത്തിന് പകരം ബ്രഹ്മോസ് സൂപ്പർസോണിക് കപ്പൽ വിരുദ്ധ ക്രൂയിസ് മിസൈലാണ് ഈ കപ്പലുകളിൽ ഉൾപ്പെടുത്തിയിരുന്നത്. അതിൽ തുടങ്ങി നിരവധി ആഭ്യന്തര സൈനിക ബന്ധങ്ങൾ ഇന്ത്യയും റഷ്യയും സംയുക്തമായി ഊട്ടിയുറപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.